അധ്യായം 13. കാനാൻ ദേശം ഒറ്റുനോക്കുന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാൻ ദേശം ഒറ്റുനോക്കാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ അയക്കുക. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു. അവർ ഇസ്രായേലിലെ തലവന്മാരായിരുന്നു. അയച്ചത് ഇവരെയാണ്: റൂബൻ ഗോത്രത്തിൽ നിന്ന് സക്കൂറിന്റെ മകൻ ഷമ്മുവ, ശിമിയോൻ ഗോത്രത്തിൽ നിന്ന് ഹോറിയുടെ മകൻ ഷാഫാത്ത്, യൂദാ ഗോത്രത്തിൽ നിന്ന് യെഫുന്നയുടെ മകൻ കാലെബ്, ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജോസഫിന്റെ മകൻ ഈഗാൽ, എഫ്രായിം ഗോത്രത്തിൽ നിന്ന് നൂനിന്റെ മകൻ ഹോഷിയ, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് റാഫുവിന്റെ മകൻ പൽത്തി, സെബുലോൺ ഗോത്രത്തിൽ നിന്ന് സോദിയുടെ മകൻ ഖദിയേൽ, ജോസഫിന്റെ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് സൂസിയുടെ മകൻ ഗദ്ദി, ദാൻ ഗോത്രത്തിൽ നിന്ന് ഗമല്ലിയുടെ മകൻ അമ്മിയേൽ, ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഖായലിന്റെ മകൻ സത്തൂർ, നഫ്താലി ഗോത്രത്തിൽ നിന്ന് വോഫസിയുടെ മകൻ നഹ്ബി, ഗാദ് ഗോത്രത്തിൽ നിന്ന് മാക്കിയുടെ മകൻ ഗവുവൽ. ദേശം ഒറ്റുനോക്കാൻ മോശ അയച്ചവരാണ് ഇവർ. നൂനിന്റെ മകൻ ഹോഷുവയ്ക്ക് മോശ ജോഷുവ എന്ന പേര് കൊടുത്തു. ചാരവൃത്തിക്ക് അയക്കുമ്പോൾ മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ നിന്ന് നെഗബിലേക്കും തുടർന്ന് മലമ്പ്രദേശത്തേക്കും പോകുവിൻ. നാട് ഏതുവിധമുള്ളതാണ്? അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ? അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ? അവർ വസിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ? അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടിയുറപ്പിച്ചതോ? ഭൂമി ഫലപുഷ്ടിയുള്ളതോ അല്ലാത്തതോ? വൃക്ഷസമ്പത്തുള്ളതോ ഇല്ലാത്തതോ എന്ന് പരിശോധിക്കണം. ധൈര്യം അവലംബിക്കുവിൻ. ആ ദേശത്ത് നിന്ന് കുറച്ച് ഫലങ്ങളും കൊണ്ടുവരണം. മുന്തിരി പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു അത്. അവർ പോയി സീൻ മരുഭൂമി മുതൽ ഹമാത്തിന്റെ കവാടത്തിനടുത്ത് റഹോബ് വരെയുള്ള പ്രദേശം രഹസ്യമായി നിരീക്ഷിച്ചു. അവർ നെഗബ് കടന്ന് ഹെബ്രോണിലെത്തി. അവിടെ അനാക്കിന്റെ പിന്തുടർച്ചക്കാരായ അഹിമാൻ, ഷേഷായി, തൽമായി എന്നിവർ വസിച്ചിരുന്നു. ഹെബ്രോൺ ഈജിപ്തിന്റെ സോവാനിനേക്കാൾ 7 വർഷം മുമ്പ് പണിതതാണ്. അവർ എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കുലയോടുകൂടെ പറിച്ചെടുത്തു. 2 പേർ കൂടി തണ്ടിന്മേൽ ചുമന്നുകൊണ്ടുപോന്നു. കുറെ മാതളപ്പഴവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു. ഇസ്രായേൽക്കാർ മുന്തിരിക്കുല പറിച്ചെടുത്തത് നിമിത്തം ആ സ്ഥലത്തിന് എഷ്കോൾ താഴ്വര എന്ന് പേര് കിട്ടി. 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി. അവർ പാരാൻ മരുഭൂമിയിലുള്ള കാദേശിൽ വന്ന് മോശയെയും അഹ്റോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരമറിയിച്ചു. ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് പറഞ്ഞു: നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു. പാലും തേനും ഒഴുകുന്നതാണ് അത്. ഇതാ അവിടുത്തെ ഫലങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല, അനാക്കിന്റെ വർഗക്കാരെ ഞങ്ങൾ അവിടെ കണ്ടു. അമലേക്യർ നെഗബിലും, ഹിത്യരും ജബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിലും, കാനാന്യർ കടലോരത്തും ജോർദാൻ തീരത്തും വസിക്കുന്നു. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലെബ് പറഞ്ഞു: നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടത്തെ ജനങ്ങളെ കീഴടക്കാൻ നമുക്ക് കഴിവില്ല. അവർ നമ്മേക്കാൾ ശക്തരാണ് എന്ന് അവനോടുകൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു: ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായന്മാർ. നെഫലിൽ നിന്ന് വന്ന അനാക്കിന്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുൻപിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. അധ്യായം 14. ജനം പരാതിപ്പെടുന്നു. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തു. അവർ പറഞ്ഞു: ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ, വാളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നതെന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്. അവർ പരസ്പരം പറഞ്ഞു: നമുക്ക് ഒരു തലവനെ തിരഞ്ഞെടുത്ത് അവന്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരികെ പോകാം. അപ്പോൾ മോശയും അഹ്റോനും അവിടെ ഒന്നിച്ചുകൂടിയിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ കമിഴ്ന്നു വീണു. ദേശം ഉറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട
നൂനിന്റെ മകൻ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലെബും തങ്ങളുടെ വസ്ത്രം കീറി. അവർ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഉറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന ആ ദേശം നമുക്ക് തരികയും ചെയ്യും. നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. ആ ദേശത്തെ ജനങ്ങളെ ഭയപ്പെടുകയും അരുത്. അവർ നമുക്ക് ഇരയാണ്. ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോട് കൂടെയാണ്. അവരെ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ ജോഷുവയെയും കാലബിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ മഹത്വം ഇസ്രായേലിന് പ്രത്യക്ഷമായി. മോശയുടെ മാധ്യസ്ഥം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും. അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്ര നാൾ എന്നെ അവർ വിശ്വസിക്കാതിരിക്കും. ഞാൻ അവരെ മഹാമാരി കൊണ്ട് പ്രഹരിച്ച് നിർമൂലനം ചെയ്യും. എന്നാൽ അവരെക്കാൾ വലുതും ശക്തവുമായ ഒരു ജനതയെ നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കും. മോശ കർത്താവിനോട് പറഞ്ഞു, ഈജിപ്തുകാർ ഇതേപ്പറ്റി കേൾക്കും. അവിടുത്തെ ശക്തമായ കരമാണല്ലോ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഈ ദേശത്ത് വസിക്കുന്നവരോടും അവർ ഇക്കാര്യം പറയും, കർത്താവെ, അങ്ങ് ഈ ജനത്തിന്റെ മധ്യയുണ്ടെന്ന് അവർ കേട്ടിട്ടുണ്ട്. കാരണം ഈ ജനം അങ്ങയെ അഭിമുഖം കാണുന്നു. അവിടുത്തെ മേഘം അവരുടെ മുകളിൽ എപ്പോഴും നിൽക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭവും കൊണ്ട് അവിടുന്ന് അവർക്ക് വഴി കാട്ടുന്നു. അതിനാൽ ഒരൊറ്റയാളെ എന്ന പോലെ അങ്ങ് ഈ ജനത്തെ സംഹരിച്ചു കളഞ്ഞാൽ അങ്ങയുടെ പ്രശസ്തി കേട്ടിട്ടുള്ള ജനതകൾ പറയും, അവർക്ക് കൊടുക്കാമെന്ന് സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കാൻ കർത്താവിന് കഴിവില്ലാത്തതുകൊണ്ട് മരുഭൂമിയിൽ വെച്ച് അവൻ അവരെ കൊന്നുകളഞ്ഞു. കർത്താവെ, അങ്ങ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ അങ്ങയുടെ ശക്തി വലുതാണെന്ന് പ്രകടമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ്. അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനുമാണ്. എന്നാൽ കുറ്റക്കാരെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്ക് മക്കളെ 3-4 തലമുറ വരെ ശിക്ഷിക്കുന്നവനുമാണെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയുടെ കാരുണ്യ അതിരേകത്തിന് യോജിച്ച വിധം ഈജിപ്ത് മുതൽ ഇവിടം വരെ ഈ ജനത്തോട് ക്ഷമിച്ചതുപോലെ ഇപ്പോഴും ഇവരുടെ അപരാധം പൊറുക്കണമെന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നിന്റെ അപേക്ഷ സ്വീകരിച്ച് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ ഞാനാണ്, ഭൂമി നിറഞ്ഞിരിക്കുന്ന എൻ്റെ മഹത്വമാണ് കർത്താവായ ഞാൻ പറയുന്നു. എൻ്റെ മഹത്വവും ഈജിപ്തിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടും എന്നെ 10 പ്രാവശ്യം പരീക്ഷിക്കുകയും എൻ്റെ സ്വരം അവഗണിക്കുകയും ചെയ്ത ഈ ജനത്തിൽ ആരും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എൻ്റെ ദാസനായ കാലബിനെ അവൻ ഉറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവൻ്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. താഴ്വരയിൽ അമലേക്യരും കാനാര്യരും പാർക്കുന്നത് കൊണ്ട് നാളെ ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് പിന്തിരിയുക. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, വഴിപിഴച്ച ഈ സമൂഹം എത്ര നാൾ എനിക്കെതിരെ പിറുപിറുക്കും? എനിക്കെതിരെ ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറയുക, ജീവിക്കുന്നവനായ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ കേൾക്കെ നിങ്ങൾ പിറുപിറുത്തതുപോലെ ഞാൻ നിങ്ങളോട് ചെയ്യും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ 20 അതിലേറെയും വയസ്സുള്ളവരിൽ എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. യെഫുന്നയുടെ മകൻ കാലെബും നൂനിന്റെ മകൻ ജോഷുവയും മാത്രം അവിടെ പ്രവേശിക്കും. എന്നാൽ ശത്രുക്കൾക്ക് ഇരയാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ട നിങ്ങളുടെ മക്കളെ ഞാൻ അവിടെ പ്രവേശിപ്പിക്കും. നിങ്ങൾ തിരസ്കരിച്ച ആ ദേശം അവർ അനുഭവിക്കും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ അവസാനത്തെ ആൾ ഈ മരുഭൂമിയിൽ വീഴുന്നതുവരെ നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞു തിരിയും. 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. ഒരു ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങളുടെ അകൃത്യത്തിന് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. എന്നോട് കാട്ടിയ അവിശ്വസ്തതയുടെ രൂക്ഷത അങ്ങനെ നിങ്ങൾ അറിയും. കർത്താവായ ഞാനാണ് പറയുന്നത്. എനിക്കെതിരെ ഒത്തുചേർന്ന ദുഷ്ടന്മാരുടെ കൂട്ടത്തോട് തീർച്ചയായും ഞാനിത് ചെയ്യും. അവരിൽ അവസാനത്തെ മനുഷ്യൻ വരെ ഈ മരുഭൂമിയിൽ മരിച്ചു വീഴും.
ദേശം ഉറ്റുനോക്കാൻ മോശ അയക്കുകയും മടങ്ങി വന്ന് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് മോശയ്ക്കെതിരെ ജനം മുഴുവൻ പിറുപിറുക്കാൻ ഇടയാക്കുകയും ചെയ്തവർ മഹാമാരി ബാധിച്ച് കർത്താവിൻ്റെ മുൻപിൽ മരിച്ചു വീണു. ഉറ്റുനോക്കാൻ പോയവരിൽ നൂനിന്റെ മകനായ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലെബും മരിച്ചില്ല. മോശ ഇക്കാര്യം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. അവർ ഏറെ വിലപിച്ചു. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് അവർ മലമുകളിലേക്ക് പോകാൻ ഒരുങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു പോയി. എന്നാൽ കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് പോകാൻ ഇപ്പോഴുതാ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ എന്തിന് കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുന്നു? അതൊരിക്കലും വിജയിക്കുകയില്ല. ശത്രുക്കളുടെ മുൻപിൽ തോൽക്കാതിരിക്കാൻ നിങ്ങളിപ്പോൾ മുകളിലേക്ക് കയറരുത്. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ കൂടെയില്ല. അമലേക്യരും കാനാന്യരും നിങ്ങൾക്കെതിരെ നിൽക്കും. നിങ്ങൾ അവരുടെ വാളിനിരയാകും. കർത്താവിന് പുറംതിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. കർത്താവിൻ്റെ വാഗ്ദാന പേടകമോ മോശയോ പാളയത്തിൽ നിന്ന് ഇറങ്ങിച്ചെല്ലാതിരുന്നിട്ടും അവർ ധിക്കാരപൂർവം മലയിലേക്ക് കയറി. മലയിൽ പാർത്തിരുന്ന അമലേക്യരും കാനാന്യരും ഇറങ്ങി വന്ന് അവരെ ഹോർമ വരെ തോൽപ്പിച്ചോടിച്ചു. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 16. മോശയ്ക്കും അഹ്റോനുമെതിരെ. ലേവിയുടെ മകനായ കൊഹാത്തിന്റെ മകൻ ഇസ്ഹാറിന്റെ മകനായ കോറഹും റൂബൻ ഗോത്രത്തിന്റെ എലിയാബിന്റെ പുത്രന്മാരായ ദാത്താൻ, അബീറാം എന്നിവരും പെലേത്തിന്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ 250 പേരും മോശയെ എതിർത്തു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു, നിങ്ങൾ അതിര് വിട്ടുപോകുന്നു. സമൂഹം ഒന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്. കർത്താവ് അവരുടെ മധ്യമുണ്ട്. പിന്നെന്തിനു നിങ്ങൾ കർത്താവിൻ്റെ ജനത്തിനു മീതെ നേതാക്കന്മാരായി ചമയുന്നു? ഇത് കേട്ടപ്പോൾ മോശ കമിഴ്ന്നു വീണു. അവൻ കോറഹിനോടും അനുചരന്മാരോടും പറഞ്ഞു, തനിക്കുള്ളവൻ ആരെന്നും വിശുദ്ധനാരെന്നും നാളെ പ്രഭാതത്തിൽ കർത്താവ് വെളിപ്പെടുത്തും. തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അടുത്തു വരാൻ അവിടുന്ന് അനുവദിക്കും. നാളെ കോറഹും അനുചരന്മാരും കർത്താവിൻ്റെ മുൻപിൽ ധൂപകലശമെടുത്ത് അതിലെ തീയിൽ കുന്തിരിക്കമിടട്ടെ. കർത്താവ് തെരഞ്ഞെടുക്കുന്നവനായിരിക്കും വിശുദ്ധൻ. ലേവ്യപുത്രന്മാരെ, നിങ്ങളുടെ പ്രവൃത്തി വളരെ കടന്നുപോയി. മോശ കോറഹിനോട് പറഞ്ഞു, ലേവ്യരെ ശ്രദ്ധിക്കുവിൻ. കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുൻപിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? അവിടുന്ന് നിന്നെയും നിന്നോടൊപ്പം ലേവ്യപുത്രന്മാരായ നിന്റെ സഹോദരന്മാരെയും തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നില്ലേ? നിങ്ങൾ പൗരോഹിത്യം കൂടി കാംക്ഷിക്കുന്നു. കർത്താവിനെതിരെയാണ് നീയും അനുചരന്മാരും സംഘം ചേർന്നിരിക്കുന്നത്. അഹ്റോനെതിരെ പിറുപിറുക്കാൻ അവൻ ആരാണ്? അനന്തരം ഏലിയാബിൻ്റെ മക്കളായ ദാത്താനെയും അബീറാമിനെയും വിളിക്കാൻ മോശ ആളയച്ചു. എന്നാൽ വരില്ലെന്ന് അവർ പറഞ്ഞു. മരുഭൂമിയിൽ വച്ച് കൊല്ലേണ്ടതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് നിനക്ക് മതിയായില്ലേ? ഞങ്ങളുടെ അധിപതിയാകാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്നു. മാത്രമല്ല, നീ ഞങ്ങളെ തേനും പാലും ഒഴുകുന്ന ദേശത്ത് എത്തിച്ചില്ല. നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും കൈവശപ്പെടുത്തി തന്നതുമില്ല. ഇവരെ അന്തരാക്കാമെന്നാണോ ഭാവം? ഞങ്ങൾ വരികയില്ല. മത്സരികൾക്ക് ശിക്ഷ. മോശ കുപിതനായി. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അവരുടെ കാഴ്ചകൾ സ്വീകരിക്കരുത്. ഞാൻ അവരുടെ ഒരു കഴുതയെ പോലും എടുത്തിട്ടില്ല. അവരിൽ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല. മോശ കോറഹിനോട് പറഞ്ഞു, നീയും നിന്റെ അനുയായികളും നാളെ കർത്താവിൻ്റെ മുൻപിൽ ഹാജരാകണം. നിങ്ങളോടൊപ്പം അഹ്റോനും ഉണ്ടായിരിക്കും. ഓരോരുത്തരും സ്വന്തം ധൂപകലശത്തിൽ കുന്തിരിക്കമിട്ട് കർത്താവിൻ്റെ സന്നദ്ധിയിൽ കൊണ്ടുവരണം. ആകെ 250 ധൂപകലശങ്ങൾ. നീയും അഹ്റോനും സ്വന്തം ധൂപകലശവുമായി വരണം. ഓരോരുത്തരും തൻ്റെ ധൂപകലശമെടുത്ത് അതിൽ തീയും കുന്തിരിക്കവുമിട്ട് മോശയോടും അഹ്റോനോടുമൊപ്പം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കോറഹ് സമൂഹത്തെ മുഴുവൻ സമാഗമ കൂടാരവാതിൽക്കൽ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂട്ടി. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം സമൂഹത്തിന് മുഴുവൻ കാണപ്പെട്ടു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഞാൻ ഇവരെ ഇപ്പോൾ സംഹരിക്കും. ഇവരിൽ നിന്ന് മാറി നിന്നുകൊള്ളുവിൻ. അവർ താണുവീണ് പറഞ്ഞു, സകല ജനത്തിന് ജീവൻ നൽകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് അങ്ങ് സമൂഹം മുഴുവനോടും കോപിക്കുമോ? കർത്താവ് മോശയോട് അരുളി ചെയ്തു, കോറഹ്, ദാത്താൻ, അബീറാം എന്നിവരുടെ വീടുകളുടെ പരിസരത്ത് നിന്ന് മാറിപ്പോകാൻ ജനത്തോട് പറയുക.
അപ്പോൾ മോശ ദാത്താന്റെയും അബീറാമിന്റെയും അടുത്തേക്ക് ചെന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ അവനെ അനുഗമിച്ചു. മോശ സമൂഹത്തോട് പറഞ്ഞു, ഇവരുടെ പാപത്തിൽപ്പെട്ട് നശിക്കാതിരിക്കേണ്ടതിന് ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവിൻ. അവരുടെ വസ്തുക്കളെപ്പോലും സ്പർശിക്കരുത്. കോറഹ്, ദാത്താൻ, അബീറാം എന്നിവരുടെ കൂടാരങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് ജനം ഒഴിഞ്ഞു മാറി. ദാത്താനും അബീറാമും ഭാര്യമാരോടും മക്കളോടും കുഞ്ഞുങ്ങളോടും കൂടെ പുറത്തു വന്നു, തങ്ങളുടെ കൂടാരങ്ങളുടെ വാതിൽക്കൽ നിന്നു. മോശ പറഞ്ഞു, ഈ പ്രവർത്തികൾ ചെയ്യാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചതെന്നും അവയൊന്നും ഞാൻ സ്വമേധയാ ചെയ്തതല്ലെന്നും ഇതിൽ നിന്ന് നിങ്ങൾ അറിയും. എല്ലാ മനുഷ്യരും മരിക്കുന്നത് പോലെയാണ് ഇവർ മരിക്കുന്നതെങ്കിൽ, എല്ലാ മനുഷ്യരുടെയും വിധി തന്നെയാണ് ഇവർക്കും സംഭവിക്കുന്നതെങ്കിൽ കർത്താവ് എന്നെ അയച്ചിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ അത്ഭുത ശക്തിയാൽ ഭൂമി വാപിളർന്ന് അവരെയും അവർക്കുള്ളവയെയും വിഴുങ്ങുകയും ജീവനോടെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നെങ്കിൽ അവർ കർത്താവിനെ നിന്ദിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും. മോശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താഴെ നിലം പിളർന്ന് ഭൂമി വാപിളർന്ന് കോറഹിനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകകളോടും കൂടെ വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരുടെ ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിൽ പതിച്ചു. ഭൂമി അവരെ മൂടി. അങ്ങനെ ജനമധ്യത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷരായി. അവരുടെ നിലവിളി കേട്ട് ചുറ്റും നിന്ന ഇസ്രായേലർ, ഭൂമി നമ്മെ കൂടി വിഴുങ്ങിക്കളയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിയകന്നു. കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ധൂപാർച്ചന നടത്തിക്കൊണ്ടിരുന്ന 250 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. ധൂപകലശങ്ങൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസറിനോട് പറയുക, അഗ്നിയിൽ നിന്ന് ധൂപകലശങ്ങളെടുത്ത് അവയിലെ തീ ദൂരെ കളയുക. എന്തെന്നാൽ ആ കലശങ്ങൾ വിശുദ്ധമാണ്. അവർ പാപം ചെയ്ത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയെങ്കിലും അവരുടെ ധൂപകലശങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ അർപ്പിക്കപ്പെടുകയാൽ വിശുദ്ധമാണ്. അവ അടിച്ചു പരത്തി ബലിപീഠത്തിന് ഒരാവരണമുണ്ടാക്കുക. അത് ഇസ്രായേൽ ജനത്തിന് ഒരടയാളമായിരിക്കും. അഗ്നിയിൽ ദഹിച്ചു പോയവർ അർപ്പിച്ച ധൂപകലശങ്ങളെടുത്ത് പുരോഹിതനായ എലയാസർ അതുകൊണ്ട് ബലിപീഠത്തിന് ആവരണമുണ്ടാക്കി. മോശ വഴി കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അഹ്റോന്റെ പിൻഗാമിയും പുരോഹിതനുമല്ലാത്തവൻ കോറഹിനെയും അനുയായികളെയും പോലെ കർത്താവിന്റെ സന്നിധിയിൽ ധൂപാർച്ചന ചെയ്യാതിരിക്കാൻ വേണ്ടിയാണിത്. എന്നാൽ പിറ്റേന്ന് ഇസ്രായേൽ സമൂഹം മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന്റെ ജനത്തെ കൊന്നു. സമൂഹം മോശയ്ക്കും അഹ്റോനുമെതിരായി അണിനിരന്ന് സമാഗമ കൂടാരത്തിന് നേരെ തിരിഞ്ഞു. മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം അവിടെ പ്രത്യക്ഷപ്പെട്ടു. മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിന് മുൻപിൽ വന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ സമൂഹത്തിൽ നിന്ന് ഓടിയകലുക. നിമിഷത്തിനുള്ളിൽ ഞാൻ അവരെ നശിപ്പിക്കും. എന്നാൽ മോശയും അഹ്റോനും കമിഴ്ന്നു വീണു. മോശ അഹ്റോനോട് പറഞ്ഞു, ബലിപീഠത്തിൽ നിന്ന് അഗ്നിയെടുത്ത് ധൂപകലശത്തിലിടുക. പരിമളദ്രവ്യം ചേർത്ത് ഉടനെ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ടി പാപപരിഹാരം അനുഷ്ഠിക്കുക. കാരണം കർത്താവിന്റെ കോപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. മഹാമാരി ആരംഭിച്ചു കഴിഞ്ഞു. മോശ പറഞ്ഞതുപോലെ അഹ്റോൻ ധൂപകലശമെടുത്ത് ജനത്തിന്റെ നടുവിലേക്ക് ഓടി. ജനത്തെ മഹാമാരി ബാധിച്ചു കഴിഞ്ഞിരുന്നു. അവൻ ധൂപാർച്ചന നടത്തി ജനത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്തു. അവൻ മരിച്ചു വീണവരുടെയും ജീവനോടിരിക്കുന്നവരുടെയും നടുവിൽ നിന്നു. മഹാമാരി നിലച്ചു. കോറഹിന്റെ ധിക്കാരം കൊണ്ട് മരിച്ചവർക്ക് പുറമെ 14,700 പേർ മഹാമാരിയിൽ മരണമടഞ്ഞു. മഹാമാരി അവസാനിച്ചപ്പോൾ അഹ്റോൻ സമാഗമ കൂടാരവാതിൽക്കൽ മോശയുടെ സമീപം തിരിച്ചെത്തി. അധ്യായം 15. കർത്താവിനുള്ള കാഴ്ചകൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾക്ക് അധിവസിക്കാൻ ഞാൻ തരുന്ന ദേശത്ത് നേർച്ചയോ സ്വഭീഷ്ട കാഴ്ചയോ നിർദ്ദിഷ്ടമായ തിരുനാളുകളിൽ അർച്ചനയോ ആയി കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്തുന്നതിന് കന്നുകാലികളിൽ നിന്നോ ആട്ടിൻപറ്റത്തിൽ നിന്നോ ദഹനബലിയോ മറ്റു ബലികളോ നിങ്ങൾ അർപ്പിക്കുമ്പോൾ വഴിപാട് കൊണ്ടുവരുന്ന ആൾ 1/4 ഹിൻ എണ്ണ ചേർത്ത 1/10 ഏഫ നേരിയ മാവ് ധാന്യബലിയായി കൊണ്ടുവരണം. ദഹനബലിയോടും മറ്റു ബലികളോടുമൊപ്പം അർപ്പിക്കേണ്ട ബലിക്ക് ആട്ടിൻകുട്ടി ഒന്നിന് 1/4 ഹിൻ വീഞ്ഞു വീതം തയ്യാറാക്കണം. മുട്ടാടാണെങ്കിൽ 10 ഏഫ നേരിയ മാവിൽ 1/3 ഹിൻ എണ്ണ ചേർത്ത ധാന്യബലി തയ്യാറാക്കണം. പാനീയബലിക്ക് 1/3 ഹിൻ വീഞ്ഞ് സൗരഭ്യമായി കർത്താവിന് അർപ്പിക്കണം. കർത്താവിന് നേർച്ചയോ സമാധാന ബലിയോ സമർപ്പിക്കാനായി ഒരു കാളയോ
ദഹനബലിയോ മറ്റു ബലിയോ ആയി ഒരുക്കുമ്പോൾ അരഹിൻ എണ്ണ ചേർത്ത 3 ഏഫ നേരിയ മാവ് ധാന്യബലിയായി അർപ്പിക്കണം. ദഹനബലിയോടൊപ്പം കർത്താവിൻ്റെ മുൻപിൽ പരിമളം പരത്താനായി അരഹിൻ വീഞ്ഞ് പാനീയബലിയായും അർപ്പിക്കണം. കാളക്കുട്ടി, മുട്ടാട്, ആട്ടിൻകുട്ടി, കോലാട്ടിൻകുട്ടി ഇവയിലേതായാലും ഇപ്രകാരം തന്നെ ചെയ്യണം. അർപ്പിക്കുന്ന ബലിമൃഗങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോന്നിനും ഇങ്ങനെ ചെയ്യണം. സ്വദേശികൾ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലി അർപ്പിക്കുമ്പോൾ ഇങ്ങനെ തന്നെ അനുഷ്ഠിക്കണം. തൽക്കാലത്തേക്ക് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന പരദേശിയോ നിങ്ങളുടെ ഇടയിൽ സ്ഥിരതാമസമാക്കിയ ഒരുവനോ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവനും ചെയ്യണം. സമൂഹത്തിന് മുഴുവൻ നിങ്ങൾക്കും നിങ്ങളോടുകൂടെ വസിക്കുന്ന പരദേശികൾക്കും എക്കാലവും ഒരേ നിയമമായിരിക്കും. നിങ്ങളും പരദേശികളും കർത്താവിൻ്റെ മുൻപിൽ ഒന്നുപോലെ തന്നെ. നിങ്ങൾക്കും നിങ്ങളോടുകൂടെ വസിക്കുന്ന പരദേശികൾക്കും ഒരേ നിയമവും ചട്ടവുമായിരിക്കണം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ കൊണ്ടുപോകുന്ന നാട്ടിൽ എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ കാഴ്ചയർപ്പിക്കണം. ആദ്യം കുഴയ്ക്കുന്ന മാവ് കൊണ്ട് ഒരപ്പമുണ്ടാക്കി കർത്താവിന് കാഴ്ചയായി സമർപ്പിക്കണം. മെതിക്കളത്തിൽ നിന്നുള്ള സമർപ്പണം പോലെ അത് നീരാഞ്ജനം ചെയ്യണം. ആദ്യം കുഴയ്ക്കുന്ന മാവിൽ നിന്ന് തലമുറ തോറും നിങ്ങൾ കർത്താവിന് കാഴ്ച സമർപ്പിക്കണം. കർത്താവ് മോശ വഴി നൽകിയ കൽപ്പനയ്ക്കെതിരായി അന്നു മുതൽ നിങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ അബദ്ധവശാൽ തെറ്റ് ചെയ്യാനിടയായാൽ സമൂഹം മുഴുവൻ കൂടി ഒരു കാളക്കുട്ടിയെ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലിയായി അർപ്പിക്കണം. അതോടൊപ്പം വിധിപ്രകാരം ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കണം. പാപപരിഹാര ബലിയായി ഒരു മുട്ടാടിനെയും അർപ്പിക്കണം. പുരോഹിതൻ ഇസ്രായേൽ സമൂഹം മുഴുവനും വേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ അവർക്ക് മോചനം ലഭിക്കും. കാരണം അബദ്ധത്തിൽ പിണഞ്ഞ തെറ്റാണത്. അതിന് അവർ കർത്താവിന് ദഹനബലിയും പാപപരിഹാര ബലിയും സമർപ്പിച്ചു. ഇസ്രായേൽ സമൂഹത്തിനും അവരുടെ ഇടയിലെ വിദേശികൾക്കും മോചനം ലഭിക്കും. ജനങ്ങളെല്ലാം തെറ്റിലായിരുന്നല്ലോ. ഒരാൾ അറിയാതെ തെറ്റ് ചെയ്തു പോയാൽ അവൻ പാപപരിഹാര ബലിയായി 1 വയസ്സുള്ള പെണ്ണാടിനെ കാഴ്ചവെക്കണം. മനഃപൂർവ്വമല്ലാത്ത തെറ്റിന് പുരോഹിതൻ കർത്തൃസന്നദ്ധിയിൽ പരിഹാരം അനുഷ്ഠിക്കട്ടെ, അവന് മോചനം ലഭിക്കും. അറിയാതെ ചെയ്യുന്ന തെറ്റിന് ഇസ്രായേൽക്കാരനും അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശിക്കും ഒരേ നിയമം തന്നെയാണ്. കരുതിക്കൂട്ടി തെറ്റ് ചെയ്യുന്ന വിദേശിയും സ്വദേശിയും കർത്താവിനെ അധിക്ഷേപിക്കുന്നു. അവനെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം. അവൻ കർത്താവിൻ്റെ വചനത്തെ നിന്ദിക്കുകയും അവിടത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്തതുകൊണ്ട് അവനെ തീർത്തും പുറന്തള്ളണം. സ്വന്തം അകൃത്യത്തിൻ്റെ ഫലം അവൻ അനുഭവിക്കണം. സാബത്ത് ലംഘനം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരാൾ സാബത്ത് നാളിൽ വിറക് ശേഖരിച്ചു. അത് കണ്ടവർ അവനെ സമൂഹത്തിൻ്റെ മുൻപിൽ മോശയുടെയും അഹ്റോന്റെയും അടുത്ത് കൊണ്ടുവന്നു. എന്തു ചെയ്യണമെന്ന് വ്യക്തമാകാതിരുന്നത് മൂലം അവർ അവനെ തടവിൽ വെച്ചു. അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ആ മനുഷ്യൻ വധിക്കപ്പെടണം. പാളയത്തിന് പുറത്തു വച്ച് ജനം ഒന്നു ചേർന്ന് അവനെ കല്ലെറിയട്ടെ. കർത്താവ് കൽപ്പിച്ചതുപോലെ ജനം പാളയത്തിന് വെളിയിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു കൊന്നു. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, എക്കാലവും തങ്ങളുടെ വസ്ത്രത്തിൻ്റെ വിളമ്പുകളിൽ തൊങ്ങലുകൾ പിടിപ്പിക്കാനും തൊങ്ങലുകളിൽ നീല നാടകൾ കെട്ടാനും ഇസ്രായേലരോട് കൽപ്പിക്കുക. ഹൃദയത്തിൻ്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിഞ്ചെല്ലാതെ കർത്താവിൻ്റെ കൽപ്പനകളെല്ലാം ഓർത്ത് പാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും. അങ്ങനെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ ഓർത്ത് അനുഷ്ഠിക്കുകയും നിങ്ങളുടെ ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധരായിരിക്കുകയും വേണം. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്.